എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ചൊവ്വാഴ്ച നമ്മളെടുത്ത വീഡിയോ ആണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്, ബുധനാഴ്ച. അപ്പോൾ ഇന്നലെ ചൊവ്വാഴ്ച ഇട്ട വീഡിയോ തിങ്കളാഴ്ച എടുത്തൊരു വീഡിയോ ആയിരുന്നു. ആ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ഞാൻ ചൊവ്വാഴ്ച രാവിലെ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഇന്നലെ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ചൊവ്വാഴ്ച രാവിലെ വോയിസ് ഓവർ കൊടുത്തപ്പോൾ എനിക്ക് ആ വീഡിയോ എത്ര തവണ വോയിസ് കൊടുത്തിട്ടും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനൊരു കാരണം ചൊവ്വാഴ്ച ഇന്നലത്തെ ദിവസം, ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു ദിവസമാണ് റയൻ ഷിപ്പിലേക്ക് പോയത്. അപ്പോൾ റയൻ പോകും എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ട് ചൊവ്വാഴ്ച രാവിലെ ഞാൻ വോയിസ് ഓവർ കൊടുത്തപ്പോൾ എനിക്ക് ഒട്ടും തന്നെ എനിക്ക് പറ്റുന്നില്ല. മനസ്സെല്ലാം ആകെ കലങ്ങി മറിഞ്ഞങ്ങനെ കിടക്കുന്നു. ഇന്നത്തെ അവസ്ഥയും ഒട്ടും വ്യത്യാസമില്ല. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും എൻ്റെ മനസ്സ് വളരെയധികം കലങ്ങി മറിഞ്ഞിങ്ങനെ കിടക്കുന്നു. അങ്ങനെ നമ്മൾ വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങും എത്താത്തൊരു വോയിസ് ഓവറായി പോകാറുണ്ട്. ഇന്നത്തെ വീഡിയോയും ചെറുതാണ്. അതുകൊണ്ട് ഇതിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചൊവ്വാഴ്ചത്തെ കാര്യങ്ങളാണ്. രാവിലെ എഴുന്നേറ്റ് എനിക്കൊന്നും തന്നെ ചെയ്യാൻ തോന്നണില്ല. ഒരു പുട്ടുണ്ടാക്കി. അവിടെ ഏത്തപ്പഴം, കുറച്ച് പഴുത്ത ഏത്തപ്പഴം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പുട്ട് കുഴച്ച് കഴിക്കാൻ പറ്റും. നല്ല പഴുത്തിരിക്കണമുണ്ട്. അപ്പോൾ വേറെ കറിയൊന്നും ഉണ്ടാക്കില്ല, അത് മതി എന്ന് വിചാരിച്ച്. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമൊന്നും ഇപ്പോൾ വേണ്ട എങ്കിലും ഞാൻ ചോദിച്ച് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട. അങ്ങനെ ഞാൻ ഒരു ഭാഗം കുമ്മട്ടിക്കെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഒരു ഹാഫായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ച് ആളത് മൊത്തത്തിൽ കഴിക്കുകയും ചെയ്തിട്ടാ. ഇതൊക്കെ കഴിക്കണത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല റയൻ ഇന്ന് പോകുമെന്നുള്ളത്. കാരണം അത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുമ്പോഴല്ലേ പറയേണ്ടതല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അങ്ങനെ റയൻ നീണ്ട 10 മാസങ്ങൾ നാട്ടിൽ നിന്നതിന് ശേഷമാണ് ഇപ്പോൾ പോയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി മീൻ ഫ്രിഡ്ജിലെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് അത് ഇത്തിരി മീൻ കറിയും മീൻ വറുത്തതും ആക്കാമെന്ന് വിചാരിച്ച്. റയന് അത് ഇഷ്ടമാണ്, മീൻ കറിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ കല്യാണം അടുത്ത് 1 മാസം കഴിഞ്ഞാൽ ഇനി കല്യാണമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് റയന് പോകേണ്ടി വന്നതിൽ ഒരുപാട് വിഷമം ഞങ്ങൾക്കുണ്ട്. അവരെന്ത് തന്നെയായാലും പുറത്ത് പോയി ജോലി എടുക്കേണ്ടവരാണെന്ന് നമ്മൾക്ക് അറിയാം. എങ്കിലും ഈ ഒരു സമയം എന്ന് പറയുന്നത് ശരിക്കും അവൻ 3ാമത്തെ ഷിപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് വരേണ്ട സമയമാണിപ്പോൾ. അത് ഓർക്കുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഒന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കുന്ന പല ഇൻസിഡൻസുമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. എത്ര തന്നെ കണക്ക് കൂട്ടി എന്തെല്ലാം നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ സംഭവിക്കുക, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ കണക്കുകൂട്ടില്ലേ. നമ്മൾക്കൊരു സമയമുണ്ട്. ആ ഒരു സമയത്ത് മാത്രമേ അത് നടക്കുകയുള്ളൂ. അതിപ്പോൾ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേട്ടാ ഞാൻ പപ്പേനെ വിവാഹം കഴിക്കുന്ന ഒരു 10 വർഷം എന്ന് പറയാം. ഒരു 10 വർഷം, ആദ്യ 10 വർഷ കാലങ്ങളിൽ ഞാൻ മനസ്സിൽ കാണുന്നതിന് മുൻപ് തന്നെ എത്രയോ മടങ്ങായിട്ട് ഇപ്പം നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല, അതിന് മുൻപായിട്ട് അത് വാരിക്കോരി ഇങ്ങനെ തരുന്ന ഒരു വർഷങ്ങളായിരുന്നു ആദ്യത്തെ 10 വർഷങ്ങൾ. വിവാഹം ചെയ്തതിന് മുൻപ് നമ്മളെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങളൊന്നും അത്ര എല്ലാം ഒന്നും ചെയ്തു തരാതെ വളരെ സ്ട്രിക്റ്റായിട്ടിങ്ങനെ വളർത്തി. വിവാഹത്തിന് ശേഷം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ചോദിക്കാതെ തന്നെ എല്ലാം 10 ഇരട്ടി എന്നാ പറയാൻ പറ്റില്ല, 100 ഇരട്ടി എന്നാ അങ്ങനെ പറയേണ്ടി വരും. അത്രയും അധികം ഇങ്ങനെ വാരിക്കോരി തന്നൊരു കാലഘട്ടമായിരുന്നു 10 വർഷം. അന്ന് ഞാൻ ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്കെന്തെങ്കിലും തരണേന്നാ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ അതിശയിച്ച് പറഞ്ഞു, അയ്യോ ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ വന്ന എന്നൊക്കെ ഞാൻ അതിശയിക്കാറുണ്ട്. പക്ഷേ ഒരു 10 വർഷക്കാലത്ത്, ഒരു 15 വർഷം എന്ന് പറയാം, 15 വർഷക്കാലത്തിന് ശേഷം പിന്നെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക്, അതായത് എത്ര ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും ഒന്നും അതിൻ്റെ പരിസരത്ത് പോലും വരാത്ത ഒരു സമയമായിരുന്നു പിന്നെ കുറച്ച് വർഷങ്ങളെന്ന് പറയുന്നത്. അപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ഞാനൊന്നും ആവശ്യപ്പെടാറില്ല, എങ്കിലും എനിക്ക് തന്നിരുന്നു. ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നില്ല, പക്ഷെ എനിക്ക് തരുന്നില്ല. അപ്പോൾ ചില നെസസറീസൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾക്കില്ലാതെ പറ്റൂലല്ലോ.
അതുപോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കുറച്ച് വർഷങ്ങൾ അങ്ങനെ പോയി. ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഞാനപ്പം മനസ്സിലാക്കിയാണ് ചെയ്തത്, നമ്മൾ എന്ത് തന്നെ വിചാരിച്ചാലും മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ്, ഇത് തന്നെയാണ് ജീവിതത്തിൽ മൊത്തത്തിലുണ്ടാവാൻ പോകുന്നുള്ളത് ഞാൻ അന്ന് ആ കാലഘട്ടങ്ങളിൽ മനസ്സിലായി. പിന്നെ ഞാൻ എങ്ങനെയായാലും നമ്മൾക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾക്ക് കിട്ടും, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് കിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കണം, പരിശ്രമിക്കാതെ ചുമ്മാ ഇരിക്കരുതെന്ന് മാത്രം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ഈ ഒരു 10 മാസക്കാലം റയൻ ഇങ്ങനെ നിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം റയൻ്റെ കമ്പനി ഒരുപാട് ഷിപ്പുള്ള കമ്പനിയാണ് റയൻ്റേത്, ആംഗ്ലോ ഈസ്റ്റ്. അവിടെ കയറാൻ ആളെ കിട്ടാതെയാണ് അവർ ബുദ്ധിമുട്ടുക. ആ ഒരു കമ്പനിക്ക് ഒരാളെ കയറ്റാൻ പറ്റാത്തൊരവസ്ഥയിൽ, ഇത് ജോലിയല്ല പഠനത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോക്കിൽ 6 മാസം സെയിൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ റയൻ്റെ ആദ്യത്തെ പഠനം തീരുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത പഠനത്തിലേക്ക് കയറുന്നതാണ്. അപ്പോൾ അതൊരു 4 മാസത്തെ കോഴ്സാണ്. അപ്പോൾ അതിന് കയറി കഴിഞ്ഞിട്ട് പിന്നെ എക്സാമുകൾക്ക് ഇരിക്കണം, എക്സാം തോറ്റാൽ വീണ്ടും എഴുതണം. അങ്ങനെ കുറേ സമയങ്ങൾ റയന് 1 കൊല്ലത്തോളം നാട്ടിൽ നിന്നതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലായിരുന്നു. കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതിൽ കയറണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഈ ഒരു ജൂൺ മാസം അവനിറങ്ങും. കല്യാണത്തിന് ശേഷം വേഗം കോഴ്സ്, ആ ഒരു ടൈമിൽ കോഴ്സ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് ആൾ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ, കല്യാണം കൂടാൻ പറ്റാതെ ഈ ഒരു സമയത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ റയൻ പോകേണ്ട ദിവസം. അപ്പോൾ ഇവിടുന്ന് ഡൽഹിയിലേക്കാണ് ആദ്യം കണക്റ്റിങ്, ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകണം. വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര ഒരു വിഷമത ഉള്ള ഒരു സമയമാണ്. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡിന് സൈൻ ഓഫ് കിട്ടാതെ വിഷമിച്ചിരുന്നതും റയന് ജോയിൻ ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നതും ഈ ഒരേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഏതായാലും രണ്ടും ഒന്നിച്ച് നടന്നു എന്നുള്ളതാണ്. റിച്ചാർഡിന് സൈൻ ഓഫ് കിട്ടുകയും ചെയ്ത് റയന് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഓർഡർ വരികയും ചെയ്ത്. അങ്ങനെ ഇപ്പോൾ റയൻ പനാമയിലാണ് ജോയിൻ ചെയ്യേണ്ടത്. റിച്ചാർഡ് സൈൻ ഓഫ് ചെയ്തിരിക്കുന്നത് ഐവറി കോസ്റ്റിലെ സാൻ പെട്രോ എന്ന സ്ഥലത്താണ് റിച്ചാർഡ് സൈൻ ഓഫ് ചെയ്തിരിക്കുന്നത്. റിച്ചാർഡാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ കരച്ചിലൊക്കെ ആയിരുന്നു. അവൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ അത് ശരിയാവില്ലല്ലോ. പോകാതെ നിന്ന് കഴിഞ്ഞാൽ അത് കരിയറിനെ 10 മാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇനി പോകണ്ട, അടുത്ത ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ നിന്ന് പോയാൽ എത്ര വർഷങ്ങൾ ചിലപ്പോൾ അവന് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അവൻ പൊയ്ക്കോട്ടെ, അവൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ പോവുകയും ചെയ്തത്. മൊത്തത്തിൽ ഒരു ശോകമയം. കാരണം നല്ലൊരു കാര്യം നമ്മളുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ ജോയിൻ ചെയ്യണം. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ജോലിയിൽ കയറിയിരിക്കുന്നതാണ്, എല്ലാം സമാധാനം തന്നെയാണ്. വേറൊരു അപകടമോ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും നമ്മൾക്കൊക്കെ ഒരു കുട്ടി മനസ്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടല്ല. എന്തിനായാലും 2 മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ട്. അതിൽ പക്വതയാർന്ന മനസ്സിങ്ങനെ ചിന്തിപ്പിക്കും നമ്മൾ. അതിനെന്താണ്, പോയിട്ട് വരട്ടെ, 6 മാസം കഴിഞ്ഞാൽ വരുമല്ല, പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം, കുഴപ്പമില്ല എന്ന്. പക്ഷേ നമ്മുടെ കുട്ടി മനസ്സ് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല അത്രയധികം. അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു ദിവസത്തെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. മനപ്രയാസം വെച്ചിട്ട് തന്നെ എന്തെങ്കിലും എല്ലാ ജോലികളും ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ക്ലീനിങ് കഴിഞ്ഞ് യാന്ത്രികമായിട്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. പപ്പക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് മൊത്തത്തിൽ ഓട്ടോ ഇരുന്നു. കാരണം നമ്മുടെ പ്രീക്കാന കോഴ്സ് ബുക്ക് ചെയ്യാനായിട്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നു. കാരണം റിച്ചാർഡ് വരൂലേ. പ്രീക്കാന കോഴ്സ് 8, 9, 10 തീയതികളിലാണ് മെയിൽ പറഞ്ഞേക്കുന്നത്. ക്രിസ്ത്യൻസിന് പ്രീക്കാന കോഴ്സിന് പോകണമല്ലോ. അപ്പോൾ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ചെന്ന് അവിടെ അറ്റൻഡ് ചെയ്യണം 3 ദിവസം. പക്ഷേ ആൾ വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിൽ ഏതാണ് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ റിച്ചാർഡ് സൈൻ ഓഫ് ചെയ്യൂലേ എന്നുള്ളൊരവസ്ഥയിൽ ഞങ്ങൾ കാത്തിരുന്നതാണ്. അപ്പോൾ ഇവിടെ പപ്പ തന്നെയാണ് റിച്ചാർഡിൻ്റെ സൈൻ ഓഫ് എല്ലാം റെഡിയാക്കി കൊടുത്തത്. നാട്ടിൽ നിന്ന് തന്നെ കമ്പനിയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളായതിനു ശേഷമാണ് ഈ സൈൻ ഓഫ് കിട്ടിയേക്കുന്നത്. അല്ലാതെ സൈൻ ഓഫ് കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല.
അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തില്ലെന്ന് മാത്രം. ഇപ്പോൾ ഏകദേശം കരക്കടുത്ത സ്ഥിതിക്ക് ഞാൻ പറയണേണ്. റിച്ചാർഡ് സൈൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം റിച്ചാർഡ് എത്തും, 2 ദിവസം. കാരണം അവർക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് എത്തുന്നത്. എങ്കിലും 8, 9, 10 തീയതികളിൽ പ്രീകാന കോഴ്സിന് റിച്ചാർഡ് അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ ഏതായാലും ആ ഒരവസ്ഥയിലേക്ക് എത്തി. അതിന് ദൈവത്തിനോട് ഒരുപാട് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് കല്യാണം മാറ്റിവെക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഡേറ്റ് എല്ലാം നേരത്തെ തന്നെ കുറേ മാസങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാം ഡേറ്റ് എടുത്ത് വെച്ച് ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ബുക്ക് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ച്, പക്ഷേ ഈ അവസാന സമയമായപ്പോഴത്തേക്കുമാണ് റിച്ചാർഡിന് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. 6 മാസം കഴിഞ്ഞാൽ ഇറങ്ങാം. പക്ഷേ അവർ ഈ കൺവീനിയൻറ്റ് പോർട്ട് കിട്ടണം. ആ പോർട്ടിൽ ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള സംഭവം, ഇത് ടിക്കറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ആ പോർട്ടിൽ ഇറക്കില്ല. കുറഞ്ഞ ചിലവിലെ കമ്പനി ആളെ ഇറക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിച്ച്. ഏതായാലും റിച്ചാർഡ് വരുന്നുണ്ട്, റയൻ പോവുകയും ചെയ്തിട്ടുണ്ട്. റയൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതും റിച്ചാർഡ് ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നതും ഒരേ സമയത്താണ് കേട്ടോ. ഭയങ്കര ഒരു വിഷമം, ഭയങ്കര ഒരു വിഷമം. കാരണം റയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പേടി കൂടാതെ നിർത്താൻ പറ്റിയ ഒരാളാണ്. എന്ത് കാര്യങ്ങളും സ്ട്രോങ് ആയിട്ട് നേരിടാനുള്ള ഒരു മനസ്സും കരുത്തുള്ള ഒരാളാണ് റയൻ. അതുകൊണ്ട് തന്നെയും അവൻ ഈ ഒരു സമയത്ത് ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. എൻ്റെ കുട്ടി മനസ്സ് കരയുമ്പോൾ എൻ്റെ വലിയ മനസ്സിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും കല്യാണം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. അപ്പോൾ റയൻ പോകുന്നതിന് മുമ്പായിട്ട് ചില സാധനങ്ങൾ, അതായത് പെർഫ്യൂമൊക്കെ മേടിച്ചിട്ട് പപ്പക്ക് കൊടുത്തത് നിങ്ങൾ കണ്ടല്ല, കൊണ്ടുപോകാനുള്ള പെർഫ്യൂം. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്നാണ് റയനും ഇത് കോള് വന്നത്. അപ്പം നമ്മൾ 2 മെഡിക്കൽ കഴിഞ്ഞ്, അതുകൊണ്ട് ഈ 3ാമത്തെ മെഡിക്കലിൽ നമുക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ സാധനങ്ങളും പെട്ടിയിൽ വെച്ചിട്ടുണ്ട്, 1-2 സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ടിക്കറ്റ് വന്നതിന് ശേഷം മാത്രമാണ്, പോകാനുള്ള ടിക്കറ്റ് വന്നതിന് ശേഷം മാത്രമാണ് റയൻ പെർഫ്യൂമൊക്കെ മേടിച്ചത്. അത് ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ച്, പിന്നെ 3 വെസ്റ്റ് അതുകൂടിയിട്ട് മേടിച്ച്, അതുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 2 ബ്രഷ്, അത്രയും സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. അങ്ങനെ അതൊക്കെ മേടിച്ച് കാര്യങ്ങൾ പാക്ക് ചെയ്ത് എല്ലാം, തുണികളെല്ലാം അവൻ്റെ പെട്ടി തന്നെയാണ് വെച്ചത്. ശരിക്കും ഒരു വാർഡ്രോബ് പോലെ ആയിരുന്നു പെട്ടി. അവന് പുറത്തേക്ക് പോകുമ്പോൾ ആ പെട്ടി തുറന്നിട്ടായിരുന്നു അവൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക. കാരണം ഇത് ഇപ്പോൾ പോകുമോ ഇങ്ങനെയുള്ള ഒരു സംശയത്തിൽ എല്ലാം പെട്ടി നമ്മളെല്ലാം നേരത്തെ പാക്ക് ചെയ്തതുമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അൺപാക്ക് ചെയ്യാൻ തുടങ്ങി 2 തവണയും. എല്ലാ സാധനങ്ങളും വെച്ച് പൂട്ടിയിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ അപ്പോൾ വീണ്ടും അതിനകത്ത് നിന്ന് എടുക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ പറഞ്ഞ് ഇതിനകത്ത് തന്നെ കഴുകിയെല്ലാം എടുത്ത് വെക്കാം, എന്നിട്ട് ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചിട്ട് കഴുകിയെടുത്ത് വീണ്ടും അതിനകത്തേക്ക് തന്നെ വെക്കാം. അതാണ് ഞാൻ പറഞ്ഞ ഒരു വാർഡ്രോബ് പോലെയാണ് പെട്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ റയൻ പോയി ഷേവൊക്കെ ചെയ്ത്, ഇനിയിപ്പോൾ താടിയൊന്നും വെച്ചിട്ട് പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. അപ്പോൾ ഒരുപാട് താടി വളർന്ന് തിക്കായി ഇങ്ങനെ നിൽക്കണമായിരുന്നു. കാരണം പിന്നെയും പഠിച്ച് ഇത് ഭയങ്കര ചൊറിച്ചിലാണ്, അലർജിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അലർജി ആവണ്ടല്ല, ഇനി പോകുന്ന സമയത്ത് പഠിക്കാം എന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിതിൻ്റെ ഇടയ്ക്ക് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും കറിയൊക്കെ ഞങ്ങൾ ഉച്ചക്ക് കഴിച്ചു. അപ്പോൾ പപ്പയാണെങ്കിൽ ഇന്ന് ഭയങ്കര ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പപ്പക്ക് പല്ലുവേദന കൊണ്ട് സഹിക്കാൻ വയ്യ. ഈ വെയിലത്ത് കിടന്നിട്ട് ഓട്ടമായിരുന്നു. അപ്പോൾ ഇടക്കൊച്ചിയിൽ പോയി, പിന്നെ ബാങ്കിൽ പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ചൊവ്വാഴ്ച ദിവസം പള്ളിയിൽ പോകേണ്ട ദിവസമായിരുന്നു. ഇടക്കൊച്ചിയിൽ കൊണ്ടുപോയിട്ട് അക്കിനാസ് കോളേജിലാണ് പ്രീ കാനഡ കൊടുക്കുന്നത്. അതവിടെ കൊടുത്തിട്ട് നേരെ പള്ളിയിലേക്ക് അവൻ അതിന് മുമ്പ് ബാങ്കിൽ പോയി. അങ്ങനെ ഇടന്ന് ഓടി വന്ന് കഴിയുമ്പോഴത്തേക്കും നീര് ഇറങ്ങിയിട്ട് വെയിൽ കൊണ്ടിട്ടേ പപ്പ പല്ലുവേദന എടുത്ത് അവിടെ കിടക്കണമായിരുന്നു. അതുകൊണ്ട് പപ്പ പുറത്തേക്ക് പതിയെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും വണ്ടി വന്ന് റയൻ കയറി പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ റയൻ പോകുന്നതാണ് ഈ കണ്ടത്. ഭയങ്കര വിഷമത്തോടുകൂടിയാണ് ഞാൻ വോയിസ് ഓവറും കൊടുക്കുന്നത്. പക്ഷേ നിങ്ങളാരും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് രണ്ടും എനിക്കറിയാം, കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുട്ടി മനസ്സും പക്വതയാർന്ന മനസ്സും നമുക്ക് ഉണ്ട്. ഇത് രണ്ടും കൂടിയുള്ള വടംവലിയുടെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ എൻ്റെ സംസാരമായിട്ട് കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനത്തെ റയൻ വന്നിട്ട് പപ്പ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തന്നെ എടുത്തോളാം. കാരണം പപ്പക്ക് വയ്യ, ഓടി നടന്നിട്ട് പപ്പയും ആകെ ടയേർഡാണ്. ഇപ്പോൾ പല്ലുവേദന വീണ്ടും വന്നേക്കണേണ്. പല്ലിൻ്റെ പരിപാടികളെല്ലാം തീർന്നതാണ്. പക്ഷേ ഇപ്പോൾ മരുന്നും തേച്ചിട്ട് അവിടെ കിടക്കണേ ഇരുന്നാൾ. അങ്ങനെ റയൻ ദേ പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ
ശോകമായിരുന്നു. വീട് അങ്ങോട്ട് കാലിയായി. എങ്കിലും 2 ദിവസം കഴിഞ്ഞ് റിച്ചാർഡ് വരും. പക്ഷേ റിച്ചാർഡ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പ്രീ കാന കോഴ്സിന് രാവിലെ തന്നെ പോകണം. അപ്പോൾ റയൻ പറഞ്ഞിരുന്നത് 15-ാം തീയതിയോട് കൂടി ചിലപ്പോൾ പോകേണ്ടി വരുമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ 5-ാം തീയതി തന്നെ പോകേണ്ടി വന്നതുകൊണ്ട് തന്നെ 10 ദിവസം ഇനി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും പോയ ആ ഒരു സങ്കടത്തോടു കൂടിയാണ് ഞാനമ്മ പോണത് നോക്കി നിന്നത്. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് യൂണിറ്റ് മീറ്റിംഗ് ആയിരുന്നു. യാന്ത്രികമായി തന്നെ കൊടുത്ത് യൂണിറ്റ് മീറ്റിങ്ങിന് പോയി. അവിടെ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കേട്ട് ഞാൻ മനസ്സും സങ്കടപ്പെട്ട് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പം ഞാൻ ഫോൺ എടുക്കാതെ പോയതുകൊണ്ട് തന്നെ ഒരുപാട് കോഴ്സ് പിള്ളേർ 3 പേരും പിന്നെ മറ്റുള്ള നമ്മളുടെ പിള്ളേർ വന്നാന്നൊക്കെ അറിയാനുള്ള വിളികളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ അടുത്തും വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഒരു 11:30 ഞാൻ കിടന്നു. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.